നസ്കർ മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ തീരുമാനം നീണ്ടുപോയെങ്കിലും കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുടിപ്പിച്ച സർക്കാരിലെ വില്ലന്മാർക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ തന്നെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം പോലീസ് ഭരിച്ചത് ഇടത് യൂണിയനായിരുന്നു. പോലീസിൽ ഒരൊറ്റ യൂണിയൻ മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ഭരണം മാറിയതോടെ അവർ പിന്മാറിക്കഴിഞ്ഞു. പോലീസിൽ കാര്യങ്ങൾ അങ്ങനെയാണ്. 2016 ഉമ്മൻചാണ്ടി ചുമതല കഴിയുമ്പോൾ പോലീസ് അസോസിയേഷൻ്റെ നേതാവ് അജിത്ത് ആയിരുന്നു. പിറ്റേ ദിവസം തന്നെ പുതിയ യൂണിയൻ അജിത്തിനെ ട്രാഫിക് ഡ്യൂട്ടിയിലേക്ക് മാറ്റി. കഴിഞ്ഞ 10 വർഷം ട്രാഫിക് അടക്കമുള്ള ദുസ്സഹമായ ഡ്യൂട്ടികളിലായിരുന്നു അജിത്ത്. എന്നാൽ ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ളവരെ എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ട പവർ അജിത്തിന് വീണ്ടും കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം CPM-നോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ പേരിൽ മാത്രം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പോലീസുകാരെ രക്ഷിക്കുക എന്നതിനാണ് പ്രാഥമിക പരിഗണന കൊടുക്കുന്നത്. ഒപ്പം പിണറായി എക്കാലവും ഭരിക്കും എന്ന് കരുതി പ്രതികാരവാഞ്ചയോടെ പ്രവർത്തിച്ച ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. വലിപ്പ ചെറുപ്പം നോക്കാതെ അവരൊക്കെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നു. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ IG റാങ്ക് വരെയുള്ള പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ പുതിയ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നുണ്ട്. UDF പ്രവർത്തകരെ മനഃപൂർവ്വം ദ്രോഹിച്ചവർ, പിണറായിയെ വിശ്വസിച്ച് മാധ്യമപ്രവർത്തകരുടെ ഉറക്കം കെടുത്തിയവർ ഒക്കെ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കും. പോലീസ് വേട്ടക്കാലത്തെ സ്വന്തം ഡ്യൂട്ടിക്ക് അപ്പുറത്തേക്ക് പ്രതികാരവാഞ്ചയോടെ പ്രവർത്തിച്ച പോലീസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് കൊടുക്കാൻ ഞങ്ങളോട് പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട് വേണ്ടപ്പെട്ടവർ. പിണറായി ചിരഞ്ജീവിയാണെന്നും ഇക്കാലത്തും പിണറായി ഭരിക്കുമെന്ന് കരുതി പോലീസുകാരാണ് എന്ന് പോലും ചിന്തിക്കാതെ അധികാര ദുർവിനിയോഗത്തിനിറങ്ങിയവരൊക്കെ പണി പേടിച്ച് നെട്ടോട്ടത്തിലാണിപ്പോൾ. ഉന്നത ഉദ്യോഗസ്ഥർ പലരും ഇപ്പോൾ തന്നെ UDF നേതാക്കളുടെ പാദസേവ ആരംഭിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും മാറി മാറി എസ്കോർട്ട് പോലീസിനെ കൊടുത്താണ് ഇന്റലിജൻസ് മേധാവി നല്ല പിള ചമയാൻ ശ്രമിക്കുന്നത്. പല പോലീസ് ഉദ്യോഗസ്ഥരും തങ്ങളുടെ കസേര ഉറപ്പിക്കാൻ വേണ്ടി പല നേതാക്കളുടെയും വീട്ടിൽ പോയി കാണുന്നത് പതിവാക്കിയിരിക്കുന്നു. ഏതാണ്ട് 2 പതിറ്റാണ്ടോളം സംസ്ഥാനത്തിന് പുറത്തായിരുന്ന സഞ്ജീവ് കൗശിക് എന്നു പേരുള്ള ഒരു IAS ഓഫീസർ ചീഫ് സെക്രട്ടറി ആവുക എന്ന ആഗ്രഹത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി യൂബർ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആന്റണി അടക്കമുള്ള നേതാക്കളുടെ വീട്ടിൽ പോയി പാദസേവ ആരംഭിച്ചിരിക്കുന്നു ഈ IAS ഓഫീസർ എന്നാണ് റിപ്പോർട്ട്. സഞ്ജീവ് കൗശിക്കിന് ഇറക്കിയിരിക്കുന്നത് പിണറായി കാലത്ത് അടക്കി വാണിരുന്ന കിഫ്ബി CEO ഡോക്ടർ KM എബ്രാഹിമാണ് അത്രേ. എബ്രാഹിമിൻ്റെ അഴിമതികളും തട്ടിപ്പുകളും പുറത്തു വരാതിരിക്കണമെങ്കിൽ ഡോക്ടർ ജയതിലകിന് പകരമായി വരുന്ന ചീഫ് സെക്രട്ടറി സ്വന്തമാകണമെന്ന വിശ്വാസത്തിലാണ് എബ്രാഹിം കൗശിക്കിനെ ഇറക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ പാദസേവ ചെയ്യുന്ന പല ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോൾ UDF നേതാക്കളുടെ വീട് കയറി നിരങ്ങുകയാണ്. ഇതിനിടയിൽ 2 സുപ്രധാനമായ വിഷയങ്ങളിൽ ശക്തമായ നടപടിയുണ്ടാകും എന്ന് തീർച്ചയായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആദ്യം തീരുമാനമുണ്ടാവുക നവകേരള സദസ്സിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലായിരിക്കും. പിണറായി വിജയൻ അതിനെ വിശേഷിപ്പിച്ചത് രക്ഷാപ്രവർത്തനമെന്നാണ്. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നതിന് പകരം ഒരു വലിയ കുറുവടി പൈലറ്റ് വാഹനത്തിൽ സൂക്ഷിച്ചിട്ട് വണ്ടി ഇടയ്ക്കിടെ നിർത്തി ആ ചൂരൽ വടി എടുത്ത് യൂത്ത് കോൺഗ്രസ് തല്ലുന്നത് ശീലമാക്കിയ ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആലപ്പുഴയിൽ വെച്ച് അനിൽ എന്നു പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ എടുത്തിട്ട് മർദ്ദിച്ച AD തോമസാണ് ഇപ്പോൾ ആലപ്പുഴയിലെ MLA. ഇങ്ങനെ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ്സുകാരോടും നാട്ടുകാരോടും പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥർ ലിസ്റ്റ് എടുത്തുകൊണ്ട് ആദ്യം തന്നെ ഇവരെയൊക്കെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്താനും മറ്റച്ചടക്ക നടപടികൾ എടുക്കാനുമാണ് ആലോചന. പിണറായിയുടെ ധാർഷ്ട്യത്തിന് വഴങ്ങാത്ത പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അന്യായമായി പിരിച്ചുവിട്ടിട്ടുണ്ട്. അവരുടെ മേലുള്ള നടപടിക്രമങ്ങൾ പുനഃപരിശോധിക്കാനും നീക്കമുണ്ട്. നവകേരള സദസ്സിൽ അക്രമം കാട്ടിയ അനിൽ എന്ന ഗൺമാൻ അടക്കം നിരവധി പേരുടെ പേര് ഇപ്പോൾ തന്നെ സസ്പെൻഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സർക്കാർ ചുമതലയേറ്റാൽ ആദ്യം ചെയ്യുന്ന പ്രവർത്തികളിലൊന്ന് ഇവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണെന്നും ഇവരുടെ മേലുള്ള അന്വേഷണം പുനരാരംഭിച്ച് നടപടിയെടുത്ത് പുറത്താക്കാൻ പറ്റുമെങ്കിൽ പുറത്താക്കാൻ ശ്രമിക്കും എന്നതുമാണ്. കണ്ണൂരിൽ നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ റോൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ പരാതി നൽകിയിരുന്നു. ആ കേസ് അട്ടിമറിച്ച പോലീസുകാരെക്കുറിച്ചുള്ള വിവരങ്ങളും തിരുവനന്തപുരത്ത് ശേഖരിക്കുന്നുണ്ട്. മാത്രമല്ല നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച PP ദിവ്യക്കെതിരെയുള്ള കേസ് പുനരന്വേഷിക്കാനും നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. പിണറായി ഭരണകാലത്ത് അന്യായമായി പീഡിപ്പിക്കപ്പെടുകയും ഒടുവിൽ ഉന്നത സ്വാധീനം കൊണ്ട് ആ കേസുകൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്തതെല്ലാം പുനരന്വേഷണം നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പിണറായി ഒരിക്കലും മരിക്കില്ല, എക്കാലവും മുഖ്യമന്ത്രിയാവും എന്ന് വിശ്വസിച്ച് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം നെട്ടോട്ടത്തിലാണ്. എല്ലാവരുടെയും മേൽ അച്ചടക്ക നടപടികളും അന്വേഷണവും ഏറെ വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ്
വിശ്വസനീയമായ UDF വൃത്തങ്ങൾ നൽകുന്ന സൂചന.